നമസ്കാരം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫോൺ കൊടുക്കണോ വേണ്ടയോ എന്ന കൺഫ്യൂഷൻ ഇല്ലാത്ത പാരൻസ് ഉണ്ടാവില്ല അല്ലേ? എൻ്റെ കുഞ്ഞിനിപ്പോൾ ഫോൺ കൊടുത്താൽ എന്താ എന്ന് ചിന്തിക്കുന്ന പാരൻസ് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലൊന്നാമത്തെ കാര്യം നമ്മുടെ കുഞ്ഞിൻ്റെ വയസ്സ്, ഏജാണ്. അപ്പോൾ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഫോൺ അല്ലെങ്കിൽ TV കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇപ്പോൾ ഈ 3 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ കൂടുതലും കണ്ട് പഠിക്കാൻ അല്ലെങ്കിൽ കണ്ട് രസിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ കേട്ട് പഠിക്കുക, കേട്ട് രസിക്കുക എന്നതിലുപരി കണ്ട് പഠിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുഞ്ഞുങ്ങളുടെ മുന്നിലേക്ക് TV അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ കാർട്ടൂൺസ്, റൈംസൊക്കെ അവരുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ആ റൈംസും കാർട്ടൂൺസൊക്കെ വളരെ കളർഫുള്ളാണ്. അതുപോലെ അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന അത്രയും വളരെ അട്രാക്റ്റീവായിരിക്കും അതിൽ അവർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എന്താവും, നമ്മുടെ കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കലി അതിനെ നോക്കിയിരുന്ന് അവർ കുറേ നേരം അതിൽ സ്പെൻഡ് ചെയ്യുന്നതിനനുസരിച്ച് അവർ വിഷ്വൽ അഡിക്റ്റഡ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ കാർട്ടൂൺസ് അല്ലെങ്കിൽ റൈംസ് കൊടുക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം, അതിനകത്തുനിന്ന് അവർ ഇപ്പോൾ കാർട്ടൂൺസിലൊക്കെ ആണെങ്കിലും പല കഥകളോ അല്ലെങ്കിൽ ഓഡിറ്ററി ഇൻപുട്ട് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ കഥകളോ അല്ലെങ്കിൽ റൈംസൊക്കെ ആണെങ്കിലും പല വാക്കുകളുണ്ട്, അതിൽ സെൻറ്റൻസ് ഉണ്ട്, അവർക്ക് അതിനകത്തുനിന്നും പഠിക്കാമല്ലോ എന്ന്. അപ്പോൾ അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വെച്ചു കൊടുക്കുന്ന ഭൂരിഭാഗം കാർട്ടൂൺസിലും നമ്മൾ നല്ലൊരു മെസ്സേജ് ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ടോം ആൻഡ് ജെറി ഒക്കെ ആണെങ്കിൽ അതിൽ വിഷ്വൽസ് മാത്രമേ ഉള്ളൂ, അതിൽ ഒരു കഥ അവർ പറയുന്ന രീതിയിലുള്ള കാർട്ടൂൺസ് വളരെ കുറവാണ്. ഓക്കെ, അതുപോലെ ഇപ്പോൾ ഒരു കുഞ്ഞ് കാർട്ടൂൺസ് കാണുന്ന ഒരു കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു 3 വയസ്സിന് ഉള്ളിലുള്ളൊരു കുഞ്ഞാണെങ്കിൽ അവർക്ക് അവരിപ്പോൾ കഥകൾ കേൾക്കുന്നതോ അല്ലെങ്കിൽ ആ കാർട്ടൂൺസിൻ്റെ കൂടെ അവർ കേൾക്കുന്ന ആ കാര്യങ്ങളെ, ആ വാക്കുകളെ അല്ലെങ്കിൽ ആ കഥകളെ അവർക്ക് ഒറ്റയ്ക്ക് മനസ്സിലാക്കാനുള്ള അത്രയും കഴിവുകൾ അവർക്കുണ്ടായെന്ന് വരില്ല. അപ്പം നമ്മൾ അവർ ഓട്ടോമാറ്റിക്കലി അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് വിഷ്വൽസ് ആണ്. കണ്ട് എന്താ പറയുക, ടോം ഓടുന്നു, ജെറി ഓടുന്നു, അതവിടെ നടക്കുന്നത്, വീഴുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ കൂടുതൽ എൻജോയ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒത്തിരി നേരം ഈ കാർട്ടൂൺസ് അല്ലെങ്കിൽ ഈ TV-യിൽ ഫോണിലൊക്കെ അഡിക്റ്റഡായി ഒത്തിരി ടൈം അതിൽ സ്പെൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് ഡിലേ ആണ്. അതായത് സംസാര ശേഷി എന്നുള്ളത് അവർക്ക് ഭയങ്കര ഡിലേ ആയിട്ടായിരിക്കും വരിക. ഇപ്പോൾ ഞാൻ ആ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഒരു കുഞ്ഞ് എപ്പോൾ സംസാരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒരു വയസ്സിൽ സംസാരിക്കേണ്ട കുഞ്ഞ് സ്ലോലി 1.5 വയസ്സ്, 2 വയസ്സ്, അങ്ങനെ അവൻ്റെ പല കഴിവുകളും എന്താ പറയുക, അവൻ ഡെവലപ്പ് ചെയ്യേണ്ട പല കാര്യങ്ങളും സ്ലോ ആയി നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇനി അടുത്തത് ശ്രദ്ധക്കുറവ്. അതായത് ഇപ്പോൾ നമ്മളൊരു കുഞ്ഞിന് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങൾ വേഗം പഠിക്കും. അപ്പോൾ ശ്രദ്ധ കുറവുള്ള കുഞ്ഞുങ്ങൾ എന്താവും, ഓട്ടോമാറ്റിക്കലി അവർ കുറേ സമയം എടുക്കും പഠിക്കാൻ. അപ്പം ഇപ്പോൾ 3 വയസ്സുള്ള ഒരു കുഞ്ഞ് ഇപ്പോൾ സ്ലോ ആയിട്ട് പഠിക്കുന്നു, അതെന്താവും, ഒരു 5, 6, 7 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് എന്താവും, അത് ഈ മിസ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് അവന് മനസ്സിലോട്ട് കയറുന്നില്ല, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ രാത്രി കുറേ പഠിപ്പിച്ചു കൊടുത്തു, പിറ്റേ ദിവസം പോയി കൊച്ചത് മറന്നു പോകുന്നു. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്ക്, പഠന വൈകല്യങ്ങൾ, ശ്രദ്ധക്കുറവ്, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ് ഓട്ടിസം. അപ്പോൾ ഓട്ടിസം എന്ന് പറയുന്നത് ഇപ്പോൾ കുഞ്ഞുങ്ങൾ 3 കാര്യങ്ങളാണ് അതിൽ മെയിനായിട്ട് നടക്കാവുന്നത്. സോഷ്യലി ഡിസ്കണക്റ്റഡ് ആയിരിക്കും. അതായത് കുഞ്ഞുങ്ങൾ നോർമലായിട്ട് ഇപ്പോൾ ഒരാൾ വരുമ്പോൾ നമ്മൾ വേഗം അവരോട് കയറി മിണ്ടുക, അവൻ്റെ സെയിം പ്രായമുള്ള കുഞ്ഞുങ്ങളുമായിട്ട് കളിക്കുക, അപ്പോൾ അതുപോലെ പിന്നെ എന്താ പറയുക, പെട്ടെന്ന് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ പ്രശ്നം, അതായത് ഇപ്പോൾ ഭാഷാപരമായിട്ടുള്ള വളർച്ച കുഞ്ഞുങ്ങൾക്ക് കുറവായിരിക്കും. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല, അവർ വിളിച്ചാൽ മെയിനായിട്ട് അവർ ലിസൺ ചെയ്യില്ല. പേര് നമ്മളൊരു 10 പ്രാവശ്യം വിളിച്ചാലും കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യില്ല. പക്ഷേ റൈംസോ കാർട്ടൂൺസോ ഒരു പ്രാവശ്യം അവർ കേട്ടാൽ മതി, TV-യിൽ അവന് ഇഷ്ടമുള്ള അഡ്വർടൈസ്മെൻറ്റ് വന്നാൽ കുഞ്ഞ് ഓടി വരും. അപ്പോൾ സംസാരം അല്ലെങ്കിൽ സ്പീച്ചിനോട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല, പക്ഷെ അവർ ഇപ്പോൾ TV-യിലൊക്കെ കണ്ട ചില കാര്യങ്ങൾക്ക് അവർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങൾ. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചില സ്വഭാവങ്ങൾ, അതായത് ചിലപ്പോൾ ഹാൻഡ് ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോൾ കാലിങ്ങനെ വെച്ചിട്ട് നടക്കുക, അതായത് ടോ വാക്കിംഗ് എന്ന് പറയും. അതുപോലെ ഇപ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേഗം അവരിപ്പോൾ തല കൊണ്ട്
ഭിത്തിയിലടിക്കുക, അതുപോലെ ഫുഡിൽ പല പ്രശ്നങ്ങൾ, അതായത് ഭക്ഷണം നോർമൽ കുട്ടികളെ പോലെ കഴിക്കത്തില്ല, അങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, മെയിനായിട്ട് ഐ കോണ്ടാക്ട് ഉണ്ടാകത്തില്ല, നമ്മൾ നോക്കി സംസാരിക്കത്തില്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഓക്കെ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾക്കും ഈ ടി വി അല്ലെങ്കിൽ ഫോൺ അധികമായി കൊടുക്കുന്നത് കാരണമാകാറുണ്ട്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യം, ഇപ്പോൾ ഏജ് എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ് നമ്മൾ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് ഫോൺ അല്ലെങ്കിൽ ടി വി കൊടുക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മൾ കുഞ്ഞിനെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് ഇപ്പോൾ എനിക്കൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്കൊരു പണി എടുക്കണം, കുഞ്ഞ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല, ഉടനെ നമ്മൾ അവനെ ടി വി ഓൺ ആക്കി അല്ലെങ്കിൽ ഫോൺ കൊടുത്ത് അവിടെ ഇരുത്തും. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, കുഞ്ഞിനിപ്പോൾ എന്തെങ്കിലും വയ്യാഴികൾ എന്തെങ്കിലും അവനൊന്ന് അടങ്ങിയിരിക്കണം, അവൻ ഓടാൻ പാടില്ല, അപ്പോൾ കുഞ്ഞൊന്ന് അടങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കും. ഇനി അതുപോലെ നമ്മൾ ചെയ്യുന്ന തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ഭക്ഷണം കഴിപ്പിക്കാൻ. പല കുഞ്ഞുങ്ങൾക്കും ഭക്ഷണം കഴിപ്പിക്കാൻ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കത്തില്ല, അപ്പോൾ നമുക്കാണെങ്കിൽ ഇതൊരു വലിയ പണിയാണ്. അപ്പോൾ അവനെ അടങ്ങിയിരുത്തി നമ്മുടെ പണി വേഗം ഈസിയാക്കി തീർക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ നമ്മൾ ടി വിൻ്റെ മുന്നിൽ ഇരുത്തുന്നു, കുഞ്ഞ് വാ തുറന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ അതിൻ്റെ ഇടയിൽ ഉരുള അല്ലെങ്കിൽ സ്പൂണിൽ വാരി വാരി കൊടുക്കുന്നു, കുഞ്ഞറിയാതെ അത് ചിലപ്പം ചവയ്ക്കും, ചിലപ്പം ചവയ്ക്കാണ്ട് വിഴുങ്ങും, ആ പ്രോസസ്സിങ് അവിടെ നടക്കുന്നു. അപ്പോൾ ഇതൊരു വളരെ തെറ്റായ രീതിയാണ്. അപ്പോൾ പകരം നമ്മൾ എന്ത് ചെയ്യണം, ഈ ടി വിയിൽ അല്ലെങ്കിൽ ഫോണിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടോയ് ആയിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. അതായത് ഒരു കളിപ്പാട്ടമായിട്ട്. ഇപ്പം നമ്മൾ കുഞ്ഞിനൊരു ബോൾ മേടിച്ചു കൊടുത്തു, അപ്പോൾ കുഞ്ഞ് ആദ്യം എന്ത് ചെയ്യും, അവൻ അറിയാവുന്ന രീതിയിൽ അവനത് തട്ടുമ്പം അത് ബൗൺസ് ചെയ്യുന്നു, അപ്പോൾ അവൻ അറിയാവുന്ന രീതിയിൽ അവൻ അതിനെ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് ഈ കളിപ്പാട്ടത്തിന്, ഈ ബോളിന് പല ഫങ്ഷൻസ് ഉണ്ട്. അതായത് അതുകൊണ്ട് നമുക്ക് കിക്ക് ചെയ്യാം, ത്രോ ചെയ്യാം, അതുപോലെ ബോൾ പാസിങ് ചെയ്ത് കളിക്കാം, ക്രിക്കറ്റ് കളിക്കാം, ഫുട്ബോൾ, അങ്ങനെ പല കളികളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മളാണ് കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലേ. അതേ രീതിയിൽ ഈ ഫോൺ അല്ലെങ്കിൽ ടി വിയിൽ ഉണ്ടാകുന്ന ഈ കാർട്ടൂൺസ് അല്ലെങ്കിൽ ഈ റൈംസ് കുഞ്ഞിൻ്റെ കൂടെ ഇരുന്ന് കുഞ്ഞ് കാണുമ്പോൾ നമ്മൾ അവൻ്റെ കൂടെ ഇരിക്കണം, അവനുമായി ഇൻറ്ററാക്ട് ചെയ്യണം, അതായത് അവനുമായി ആശയവിനിമയം നടത്തണം. അപ്പോൾ ആ കുഞ്ഞ് ആ ടി വി അല്ലെങ്കിൽ അതിൽ കാണുന്ന, ഇപ്പോൾ ടോം ആൻഡ് ജെറിയാണ് കാണുന്നതെങ്കിൽ നമ്മൾ കുഞ്ഞിനോട് സംസാരിക്കണം, മോനെ ടോമിന് എന്ത് പറ്റി, ജെറിക്ക് എന്ത് പറ്റി, ആരാ ഗുഡ് ആരാ ബാഡ്. ആ കാണുന്ന കാര്യങ്ങളെ റിയലിസ്റ്റിക് എൻവയോൺമെൻറ്റുമായിട്ട്, അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളുമായി കണക്ട് ചെയ്യണം. ഇപ്പോൾ ആ പൂച്ച അങ്ങനെയല്ലേ, നമ്മുടെ പൂച്ചേനൊക്കെ അന്ന് എന്താ പറ്റി, ഇതുപോലെ ഒരു ദിവസം നമ്മുടെ പൂച്ചയെ പാല് കുടിച്ചായിരുന്നല്ലേ, അല്ലെങ്കിൽ മോനിപ്പോൾ എന്തിനാ ചിരിക്കുന്നേ, എന്ത് തമാശ അവിടെ നടന്നേ, ഓക്കെ അങ്ങനെയാണോ, അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം. അങ്ങനെ കുഞ്ഞിനെ അതിനെ ഒരു ടോയ് ആയിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നു. പകരം ആ ഒരു കാർട്ടൂൺസ് അല്ല അതിനകത്തുനിന്ന് കിട്ടുന്ന മെസ്സേജുകളെ നമ്മൾ കുഞ്ഞിൻ്റെ പല കഴിവുകൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കുഞ്ഞുമായി ആശയവിനിമയം നടത്തുമ്പം കുഞ്ഞിൻ്റെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, അവൻ്റെ സംസാരശേഷി, അവൻ്റെ സ്പീച്ച് ലാംഗ്വേജ് സ്കിൽസ്, അതുപോലെ അവൻ്റെ റീസണിങ് സ്കിൽസ്, അങ്ങനെ പല കഴിവുകളും കുഞ്ഞിനെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ റീസണിങ് സ്കിൽസ് എന്ന് പറയുന്നത് ഒരു 3 വയസ്സിന് അല്ലെങ്കിൽ ഒരു 2.5 വയസ്സ് 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് ഇപ്പം നമ്മളൊരു കാര്യം അവരോട് റീസൺ ചോദിക്കുകയാണ്, എന്താ നീ ഇത് ചെയ്തല്ലേ, ഈ കുഞ്ഞിന് എന്താ പറ്റിയേ, ഈ കുട്ടി എന്തിനാ കരയുന്നത്, ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് വേണം, നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്നുള്ള ചോദ്യങ്ങൾ, വൈ, വാട്ട്, ഹൗ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പം കുഞ്ഞ് അതിനെ ആലോചിച്ച് ഒരു ഉത്തരം പറയും. അതായത് കാണാപ്പാഠം പഠിച്ച് പറയുന്നതിലുപരി ആ സാഹചര്യത്തിൽ എന്താണ് ശരി എന്താണ് തെറ്റെന്ന് അവർ ആലോചിച്ച് പറയും. അപ്പോൾ അതിൻ്റെ കാരണം പറഞ്ഞ് നമ്മളെ അവർ കൺവിൻസ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് കൂടുതൽ സമയം ഇൻട്രാക്ട് ചെയ്യണം. അല്ലാണ്ട് ഒരു കുഞ്ഞിനെ ഫുൾ ടൈം ഫോൺ അല്ലെങ്കിൽ ടി വിയിൽ കൊടുത്ത് അവരെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായി നോർമലായി അവർക്ക് കിട്ടേണ്ട ഇത്തരം കഴിവുകൾ അവർക്ക് നഷ്ടപ്പെടും. പകരം ഈ ടി വി ഫോണിൽ നിന്ന് കിട്ടുന്ന എന്താ പറയണ്ട, അവർ ബൈ ഹാർട്ട് ചെയ്യുന്ന, മനഃപ്പാഠമായി പഠിക്കുന്ന പല കാര്യങ്ങൾ അവർ പാടും. അതായത് ഇപ്പം ഞങ്ങൾ ക്ലിനിക്സിൽ കണ്ടുവരുന്ന പല കുഞ്ഞുങ്ങളെയും പാരൻസ് കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഞ്ഞ് 1.5 വയസ്സിൽ ഇവിടെ വരുന്നു. അപ്പോൾ അവർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാസം വരെ അല്ലെങ്കിൽ 9 മാസം വരെ കുഞ്ഞ് ഐ കോണ്ടാക്ട് ഉണ്ടായിരുന്നു, നമ്മൾ നോക്കും, സംസാരിക്കും, അത്യാവശ്യം അപ്പ അമ്മ എന്നൊക്കെ ഇടയ്ക്കൊക്കെ സംസാരിക്കും, വിളിക്കും, മിണ്ടും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അവന് ഫീഡിങ് കുറച്ച് നമ്മുടെ സാധാരണ കൊടുക്കുന്ന ഭക്ഷണമൊക്കെ കൊടുത്തു തുടങ്ങിയപ്പോൾ അവനത് കഴിക്കുന്നില്ല. അങ്ങനെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട്, അല്ല എനിക്ക് ജോലിക്ക് പോകേണ്ടി വന്നു, പല റീസൺസ് ഉണ്ടാവാം, ഞാൻ അവന് ഫോണ് ടി വിയിൽ കുറച്ച് കൊടുത്തു തുടങ്ങി. അപ്പോൾ 8 മാസം വരെ ഉണ്ടായിരുന്ന ആ കഴിവുകൾ പോകെ കുറഞ്ഞു വരുന്നത് പോലെ എനിക്ക് തോന്നി. 8 മാസത്തിൽ എൻ്റെ കുഞ്ഞ് പേര് വിളിച്ച് എന്നെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇപ്പം പക്ഷേ ഞാൻ എത്ര പ്രാവശ്യം പേര് വിളിച്ചിട്ടും കൊച്ചു നോക്കുന്നില്ല. പക്ഷേ ടി വി ഫോണിലുള്ള കാര്യങ്ങൾ അവൻ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ABCD അവൻ A to Z വരെയും പറയും. അല്ലെങ്കിൽ ജോണി എസ് പപ്പ പാടി കഴിയുമ്പം ഓപ്പൺ യുവർ മൗത്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹ എന്ന് പറയും. പക്ഷേ അമ്മ എനിക്ക് വിശക്കുന്നു എന്ന് പറയാൻ അറിയില്ല, എനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് പറയാൻ അറിയില്ല, അല്ലെ പപ്പ എന്തെന്ന് ചോദിച്ചാൽ തൊട്ട് കാണിക്കാൻ അറിയില്ല. അപ്പോൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാണ്ട് എനിക്ക് ABCD പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഞാൻ ജോണി എസ് പപ്പ റൈംസ് മൊത്തം പഠിച്ചിട്ടോ അതുകൊണ്ട് ജീവിതത്തിന് ആവശ്യമായ ഒരു സ്കിൽസും അവിടെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നില്ല. സോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധയോടെ കുഞ്ഞുങ്ങളെ നമ്മൾ
വളർത്തേണ്ടതാണ്. ഓക്കെ, ഇനിയുള്ള ഇപ്പോൾ ഇത്തരത്തിൽ പ്രശ്നമുള്ളൊരു കുഞ്ഞിനെ എങ്ങനെ നമുക്ക് പുറത്തു കൊണ്ടുവരാം? അപ്പോൾ അതിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് എങ്ങനെയാണ് ഈ ഫോൺ അല്ലെങ്കിൽ ടി വിയിലോട്ട് വരുന്നത്, അത് നമ്മൾ കൊടുത്തിട്ടാണ്. രണ്ടാമത് നമ്മൾ ഫുൾ ടൈം ഫോൺ യൂസ് ചെയ്യുന്ന പാരൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കുഞ്ഞിനോട് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റും. അപ്പോൾ കുഞ്ഞിൻ്റെ എൻവയോൺമെൻറ്റിൽ ഈ ഫോൺ ടി വിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. എന്നിട്ട് കുറച്ചായിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിപ്പിക്കാനാണ് പ്രശ്നമെങ്കിൽ കുഞ്ഞിനെ എന്താ പറയണ്ട, അവൻ ആദ്യം വിശക്കുന്നുണ്ടോ നമ്മൾ നോക്കുക. അപ്പോൾ വിശക്കുന്നില്ലേ കുഞ്ഞിനെ കുറച്ച് കളിപ്പിക്കുക, അവൻ ഓടിക്കുക ചാടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞ് ഓട്ടോമാറ്റിക്കലി വിശപ്പ് വരും. അല്ല അവന് ഇഷ്ടമുള്ള രീതിയിൽ ഫുഡിനെ കുറച്ച് കൊടുത്ത് എല്ലാവരെയും കൂടെ ഇരുത്തി കഴിപ്പിച്ച് എല്ലാവരും കഴിക്കുന്നത് അവൻ കണ്ട് സ്ലോലി അവൻ ഇമ്പ്രൂവ് ചെയ്ത് തുടങ്ങും. ഓക്കെ, അപ്പോൾ ഈ ഫീഡിങ് ഡിഫിക്കൽട്ടീസ് എന്നുള്ളതും ഒരു വലിയൊരു ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ എല്ലാവരും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരാം. സോ എല്ലാവർക്കും ഹാപ്പി പാരൻറ്റിങ്. താങ്ക് യു.